ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ആ ചേട്ടൻ്റെ ഒപ്പം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണേ നമ്മൾ കുട്ടൂസനെല്ലാം പാക്ക് ചെയ്ത് ഇപ്പോൾ കല്യാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ സന്തോഷ് ചേട്ടൻ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. സന്തോഷ് ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ആ ചേട്ടനും ഇപ്പോൾ സൈക്കിളെല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ ഒപ്പം കുറച്ച് സൈക്ലിങ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സൈക്ലിങ് ചെയ്യാൻ വേണ്ടി പോകണാണ്. അപ്പോൾ സന്തോഷ് ചേട്ടാ വളരെ ഉപകാരമുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ. ഈ ചേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാനും ചേട്ടനും പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ആ ചേട്ടൻ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയിൽ തന്നെയായിരുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ സമയം കളയണ്ട, നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ആ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ദുർഗാപൂജേൻ്റെ ഭാഗമായിട്ടൊരു വലിയ മുളയൊക്കെ കൊണ്ട് കെട്ടിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മുളയൊക്കെ കൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പോൾ മുളയും കൊണ്ടിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ്. അത്രയും നല്ല രീതിയിലാണ് സ്ട്രക്ചർ ഇങ്ങനെ പണിത് വെച്ചേക്കണം. അപ്പോൾ അവസാനം ആകുമ്പോഴേക്കും ഇതിൻ്റെ പുറത്തുകൂടി കുറേ കവറിങ് എല്ലാം വരും. കവറിങ് എല്ലാം വന്നു കഴിയാൻ നേരത്ത് ലൈറ്റിങ് എല്ലാം കൊടുത്ത് കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സിലെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും അവസാനം ആകുമ്പോഴേക്കും ഇതായിരിക്കും അതിൻ്റെ രൂപനിർമ്മാണം കഴിയണത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടതിലൊക്കെ വളരെ നല്ലൊരു സന്തോഷം തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാം. നമുക്കധികം സമയമില്ല. ഇപ്പോൾ തന്നെ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ചേട്ടന്മാർ നമ്മുടെ ഒപ്പം ഉണ്ട്. ഏകദേശം ഹൈവേ വരെ വരാമെന്നാണ് പറഞ്ഞേക്കാം. ഹൈവേ ഏകദേശം നമ്മളിപ്പോൾ ഉള്ളുവഴി കറങ്ങിയൊക്കെ പോകുമ്പോൾ ഒരു 10-15 കിലോമീറ്ററും കൂടി ഉണ്ട്. അങ്ങനെ സന്തോഷനും ആ ചേട്ടനും കൂടി നമ്മളിവിടെ ഒരു ബംഗാളി സ്വീറ്റ്സ് കടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു കട തന്നെയാണ്. ഇവിടെ കുറേ സ്വീറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബംഗാളിലാണെങ്കിൽ അവരുടെ മെയിൻ ഐറ്റമൊക്കെ തന്നെ ഈ കാണുന്ന എല്ലാം ബംഗാളി സ്വീറ്റ്സുകളാണ് കേട്ടോ. അടിപൊളിയാണ്. കുറേ വെറൈറ്റി സ്വീറ്റ്സുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കട തന്നെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ കുട്ടൂസനൊക്കെ ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. കുട്ടൂസനെ അവിടെ വെച്ചിട്ട് നമ്മൾ സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. എന്തൊക്കെയാണ് പേരെന്നൊന്നും അറിയാൻ പാടില്ല. കുറേ തരത്തിലുള്ള സ്വീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സന്തോഷമായിട്ടും ഞാനും ആ ചേട്ടനും ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ടുണ്ട് ഇതേപോലെയുള്ള കോണ്ടാക്റ്റ് കിട്ടിയത്. അപ്പോൾ നമുക്കിപ്പോൾ ആ ചേട്ടൻ ഇതെന്ന് പറഞ്ഞാൽ രസ്മലായും അതുപോലെ തന്നെ രസഗുളയുമാണ്. അത് ബംഗാളിലെ മെയിൻ സ്വീറ്റാണെന്നാണ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് വേണം ഇനിയിപ്പോൾ യാത്ര തുടരാനായിട്ട്. കഴിച്ചപ്പോൾ തന്നെ കിളി പോയി. സ്വീറ്റ്സ് അതൊക്കെ ഇടിച്ച് ആ ചേട്ടനിപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സ്വീറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സാധനം അറിയാൻ പാടില്ല. ഇനി ഇതും കൂടി കഴിച്ച് കഴിയുമ്പോൾ ഇനി ഇവിടെ നിന്ന് സൈക്കിളോട്ടി പോകലെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഫീലായിരിക്കും. ഇത് പിന്നെ വലിയ മധുരമില്ല കേട്ടോ. മധുരമുണ്ട്, ഫുള്ള് മധുരത്തിൻ്റെ സാധനങ്ങളാണ്. നേരത്തെ കഴിച്ചതിൻ്റെ അത്ര മധുരമില്ല. നേരത്തെ കഴിച്ച തലക്ക് പിടിച്ചു. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഉള്ളിലെ ഗ്രാമത്തിലൂടെയൊക്കെ വന്നിട്ടിരിക്കണം. അവിടെ ഒരു കല്യാണമാണ്. അപ്പോൾ പെൺപിള്ളേരൊക്കെ എല്ലാവരും മഞ്ഞ സാരിയൊക്കെ കൊടുത്ത് ഒട്ടി ഡാൻസൊക്കെ കളികളാണ്. നല്ല രസമുണ്ട് ഇവിടെ. എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെ ഉണ്ടായി. ഈ ഒരു നാട്ടിൽ ഇതെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ കല്യാണി എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അപ്പോൾ കല്യാണിയിൽ നല്ല കുറേ ആൾക്കാർ, നല്ല കുറേ ജീവിതങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കല്യാണിയുടെ ഉള്ളുവഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളുവഴിയൊക്കെ നമ്മളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫൈബർ, അതായത് മുളേൻ്റെ മുളയാണ് ഇത്.
അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ അരിച്ചാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതായത് കണച്ചാക്ക് എന്നൊക്കെ പറയുന്ന ചാക്ക്. There is a hole. This is the jute stick, and there is a hole. Inside that hole is these jute fibers are there. അപ്പോൾ ഈ ചെടിയിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന മൊത്തം ചെടികൾ അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ വെട്ടിയിട്ട് അതിൻ്റെ സ്റ്റിക്കെല്ലാം അവർ അവിടെ കാണുന്ന പോലെ ഉണക്കി ഇതേപോലെയുള്ള വെള്ളത്തിലിട്ട് വെക്കാണ്ട്, വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിൻ്റെ നടുക്ക് ഉള്ള ഭാഗത്ത് ഈ ഒരു ഫൈബർ ഉണ്ടാവും. അപ്പോൾ ഈ ഫൈബർ എടുത്ത് ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടേക്കണ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഉണക്കി കഴിയുമ്പോഴേക്കും ഇവരിത് ഒന്നും കൂടി നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ചാക്ക് നൂലുണ്ടാക്കും. എന്നിട്ട് ചാക്ക് നൂലിൽ നിന്നാണ് പിന്നെ ഓരോ ചാക്കുകളും അങ്ങനത്തെ പ്രൊഡക്ഷനില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഫുള്ള് വെസ്റ്റ് ബംഗാൾ ഈസ് വൺ ഓഫ് ദ great jute producing state in India. Lot of And we export in Australian countries, some African country. Lot of production. Sir. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ this started during the British period. അപ്പോൾ ഇത് ബ്രിട്ടീഷ് കാലങ്ങളിൽ തുടങ്ങിയ ഒരു, and they set up jute industries here along both sides of the Ganges. അപ്പോൾ എന്തായാലും നല്ലൊരു പുതിയൊരു അറിവാണ്. ഞാനും ഇതിനു മുമ്പ് ഈ ചാക്കുനൂലെന്ന ചാക്കെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ കാണുന്ന ചെടിയാണ്, ആ ചെടീൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ രീതിയിലുള്ള ഫൈബർ എടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ചാക്കുനൂല് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു അറിവും കൂടി നമുക്ക് അറിയാനും കാണാനും സാധിച്ചു. ഇനിയിപ്പോൾ അടുത്തതിന് നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി പോവാം. അപ്പോൾ ഇന്ന് തൊട്ടൊരു 5 ദിവസത്തേക്കുള്ള യാത്രയിൽ ഓരോ സ്റ്റേയും ഈ ചേട്ടൻ ഇപ്പോൾ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. കാരണം ഈ ചേട്ടന് 20 വർഷമായിട്ടുള്ള സൈക്ലിങ് കോണ്ടാക്റ്റുകളുണ്ട്. 20 വർഷമായിട്ട് സൈക്ലിങ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നല്ല നല്ല കുറേ കോണ്ടാക്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു 30 കിലോമീറ്റർ 50 കിലോമീറ്റർ മാറിയിട്ട് ഓരോ കോണ്ടാക്റ്റുകൾ ഇപ്പോൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓരോ ദിവസം ഇനി ഓരോ വെസ്റ്റ് ബംഗാളിലെ വീട്ടിലായിരിക്കുള്ളൂ. വെസ്റ്റ് ബംഗാളിൽ ഓരോ ഭാഗങ്ങളിൽ ഓരോ വീടുകളിൽ നിന്ന് അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ അറിവുകളൊക്കെ അറിഞ്ഞ് ആസ്വദിച്ചിട്ടായിരിക്കുള്ളൂ നമ്മളിനി വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിടുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചെറിയ വില്ലേജുകളിൽ ഉള്ളിവഴികളിലൂടെയൊക്കെയാണ്. അപ്പോൾ എന്നെ ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിലെ കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടും വന്നാണ്. അപ്പോൾ ഈ വഴി അല്ലാതെ നമുക്ക് മെയിനായിട്ടുള്ള അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്. ആ വഴി സിമ്പിളാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലേക്ക് എത്തും. പക്ഷേ ഇതേപോലെയുള്ള കാഴ്ചകളൊന്നും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചേട്ടൻ ഒരു സൈക്ലിസ്റ്റ് ആയതുകൊണ്ട് ആ ചേട്ടന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മളോട് പറഞ്ഞു എന്നെക്കൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ ഉൾഗ്രാമങ്ങളൊക്കെ കാണിച്ചു തരാമെന്നാണ്. അങ്ങനെ ഇറങ്ങി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കറക്റ്റ് കേരളത്തിലെ പോലെയൊക്കെ തന്നെ കേരളത്തിലെ പഴയ ചെറിയ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഫീലൊക്കെ തന്നെയാണ്. പിന്നെ ബിൽഡിങ്ങുകൾ മാത്രം ഇപ്പോൾ പുതിയ വീടുകൾ വന്നേക്കുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങൾ മാത്രമാണ് കാണുന്നത്. അതില്ലെങ്കിൽ ഇപ്പോൾ വാഴയാണെങ്കിലും മാവ്, പ്ലാവ്, പപ്പങ്ങ, നമ്മളവിടെ കാണാൻ പറ്റുന്ന എല്ലാ ചെടികളും മരങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. പിന്നെ ആൾക്കാരാണെങ്കിലും അന്തരീക്ഷമാണെങ്കിലും അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും വളരെ ശാന്തതയോടുകൂടി തന്നെയാണ് നമ്മളോട് പെരുമാറുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ നല്ല കുറേ ദിവസങ്ങൾ തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ കയറി. അങ്ങനെ നമ്മൾ ഈ വില്ലേജിൽ കൂടി വന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥലം വന്നാൽ നല്ല രസമുള്ളൊരു സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ ഈ ചേട്ടൻ മിക്കപ്പോഴും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു റിവർ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ കാണുന്ന റിവർ എന്ന് പറഞ്ഞാൽ ഹുഗ്ലി റിവറാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഗംഗ എന്നുള്ളൊരു ബ്രാഞ്ച് തന്നെയാണ് ഈ ഹുഗ്ലി റിവർ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ഇതിനെ ഗംഗാസ് എന്നാണ് പറയുന്നത്, ഗംഗാ റിവർ എന്ന് തന്നെയാണ് പറയണത്. പക്ഷേ മെയിനായിട്ടുള്ള നെയിം എന്ന് പറഞ്ഞാൽ ഹുഗ്ലി റിവർ തന്നെയാണ്. അപ്പോൾ ഈ റിവറാണ് ഒഴുകി പോയിട്ട് നമ്മൾ കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഹുഗ്ലി റിവർ തന്നെയാണ്. അപ്പോൾ ഈ റിവർ എന്ന് പറഞ്ഞാൽ ഇത് ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ ഭയങ്കര ഒരു പുണ്യമായിട്ടുള്ള ഒരു നദിയായിട്ട് തന്നെ കാണുന്നത്. ഇവിടെ വന്ന ആൾക്കാരെല്ലാം
മുങ്ങി കുളിച്ചിട്ട് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് മുങ്ങി കുളിച്ചിട്ടൊക്കെയാണ് പോവാറ്. ഇപ്പോൾ ഇവിടുത്തെ വെള്ളമാണെങ്കിൽ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ വെള്ളത്തിലൊന്ന് കാലൊക്കെ കഴുകിയാലും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് എന്തായാലും പോവാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് ചെരുപ്പ് കിട്ടുന്ന നമുക്കിപ്പോൾ മുങ്ങി കുളിക്കാനൊന്നും സമയമൊന്നുമില്ല, നമുക്കിപ്പോൾ പോകാനായിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇതേപോലെയുള്ള കുറേ അറിവുകളൊക്കെ അറിയണമെങ്കിൽ നല്ലത് കുറേ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി നമ്മൾ പോണ വഴിക്ക് ഫറാക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഫറാക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഗംഗാസ് 2 ഭാഗമായിട്ട് സെപ്പറേറ്റ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഹുഗ്ലി റിവർ എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്ത ഭാഗത്തേക്ക് പോയിട്ട് കടലിലേക്ക് പോണത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗംഗേൻ്റെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോണ വഴിയാണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഹുഗ്ലി റിവറാണ്. ഹുഗ്ലി റിവറിൻ്റെ സൈഡിൽ കൂടിയുള്ള ചെറിയ വഴിയിൽ, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഫുള്ള് പറമ്പുകളും അങ്ങോട്ട് മാറിയിട്ട് കാണുന്ന ഫുള്ള് കൃഷി എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ചാക്ക് നൂലിൻ്റെ ചെടികളാണ്, മുഴുവൻ കൃഷിയാണ്. ഈ ഭാഗങ്ങളിൽ ഫുള്ള് അതിൻ്റെ കൃഷി തന്നെയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാക്ക് നൂലിൻ്റെ കൃഷി അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എല്ലാം ചെയ്യണത് വെസ്റ്റ് ബംഗാളാണെന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് കുറേ കയറ്റുമതിയൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിലേക്കും അതുപോലെയുള്ള പുറത്തുള്ള കുറേ കൺട്രീസിലോട്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് എല്ലാം യൂസിങ് കുറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതലായിട്ട് ചൂസിങ് കൂടി ചെയ്യണതുകൊണ്ട് ഇതിവിടെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കൃഷികൾ വീണ്ടും ആൾക്കാർ കുറേ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഈ വഴി എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഈ വഴിയൊക്കെ ഇവരെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വഴിയൊക്കെ വരാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ ഹൈവേ കൂടിയൊക്കെ പോയെങ്കിൽ ഈ ഒരു കാഴ്ചയൊന്നും കാണാനും അറിയാനൊന്നും സാധിക്കില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ ഗംഗ എന്ന് പറയണത്, മെയിനായിട്ടുള്ള പേര് ഹുഗ്ലി എന്ന് പറയുന്ന റിവറും. അപ്പോൾ എന്ത് വന്നാലും നമുക്കൊരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഈ കാണുന്ന കെട്ടി വെച്ചേക്കണ കോലുകളുണ്ട്. ഈ കോലുകളെന്ന് പറഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് കൃഷി ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഇവർ പച്ചയോടെ തന്നെ അതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. വെള്ളത്തിലിട്ട് അത് ഒരുമാതിരി വെള്ളമൊക്കെ നനഞ്ഞൊരു 3-4 ആഴ്ച ഒരാഴ്ചയൊക്കെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് അതെടുത്തിട്ട് പിന്നെ അവിടെ കെട്ടി വെച്ചേക്കണ പോലെ ഉണക്കി ഇലയെല്ലാം കളഞ്ഞ് അതിൻ്റെ സ്റ്റിക്ക് മാത്രമൊക്കെ ഇട്ട് കെട്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം പോയിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഫൈബർ എടുത്തിട്ട് അവർ ചാക്ക് നൂല് എടുക്കണത്. ഇവിടെ മൊത്തം അതിൻ്റെ കൃഷിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തുകൂടിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നല്ല രസമുണ്ട് ആ ചെടിയാണെങ്കിലും കാണാനായിട്ട്. ഇപ്പം ഇവിടെ എല്ലാം ചെടിയുടെ ആയതാണ് ഒരുമാതിരി. അപ്പോൾ ഇവിടെ എല്ലാം ഭാഗങ്ങളിൽ പറിച്ചിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി കെട്ടിയിട്ടേക്കണ ഇതെല്ലാം കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് ഉണക്കാനായിട്ട് വെക്കും. ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫൈബർ എടുക്കും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. വാ, എന്താ രസം ഈ വഴിയൊക്കെ പോകാനായിട്ട്. വാവ്, അടിപൊളി. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് നമ്മളിപ്പോൾ അടുത്തൊരു ബ്രോയും കൂടി നമ്മുടെ യാത്രയിൽ കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ബ്രോനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. നെയിം ഷോഭിക് ദേവ് എന്നാണ്. അപ്പോൾ പുള്ളിയും ഇവരോടൊപ്പം തന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്യണ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ചേട്ടന്മാരിപ്പോൾ ഇവിടത്തോളം ഉള്ളൂ. നമുക്കിനി പോകാനുള്ളതെന്ന് ആ വഴി പോയിട്ട് ഹൈവേയിലേക്ക് കയറണം. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസം തന്നെയാണ് തുടങ്ങിയത്. ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്തൊരു കോണ്ടാക്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഡയറക്ഷൻ നോക്കിയിട്ട് പോകണം. ഇപ്പോൾ എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാരോട് നമുക്ക് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. സന്തോഷമായി. അപ്പോൾ ബൈ ബൈ, സീ യു. അങ്ങനെ നമ്മൾ ഈ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അടുത്തൊരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു. ആ ചേട്ടൻ നമ്മളോട് വന്ന് പരിചയപ്പെട്ടല്ല. അങ്ങനെ അപ്പോൾ നല്ലോണം തമിഴിലൊക്കെ സംസാരിച്ച് ഏകദേശം ഒരു 14 വർഷമായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ചെന്നൈയിൽ സ്വീറ്റ് മാസ്റ്ററായിട്ട്
അപ്പോൾ ഇത് ഈ ചേട്ടൻ്റെ ഒരു സ്വീറ്റ്സ് കടയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ വിളിച്ചിട്ട് ക്ഷണിച്ചിട്ട് നമുക്ക് അടുത്തൊരു സ്വീറ്റ്സ് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കേടും അതുപോലെ തന്നെ വേറൊരു ക്രീമി ടൈപ്പ് മധുരമൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ പേര് ചോദിച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം. പേര് பப்பான் பப்பான். தம்பி வந்திருக்கேன், நான் சந்தோஷமா இருக்கேன். அதை கதை எங்கள் ஊர் வந்திருக்கேன், நல்லா சுற்றுறேங்க, நல்லா ஜாலியாக இருங்க, சாப்பிட்டேங்க. അപ്പോൾ കേരളക്കാർക്ക് ரொம்ப താങ്ക്സ് ഉള്ളത് അതാ. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി ഇപ്പോൾ ചാഗ്ദയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മനോജ് ചേട്ടനാണ് പോയത്. മനോജ് ചേട്ടൻ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ. ഈ ചേട്ടന്മാർ രണ്ടുപേരും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ കാണാം. അപ്പോൾ ഇവൻ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചിട്ട് അവിടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത്ര നേരം വന്നിട്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായായിരുന്നു. ഇവൻ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടായി. നല്ലൊരു കോണ്ടാക്റ്റ് തന്നെയാണ് ഇവരൊക്കെ. അപ്പോൾ ഈ ചേട്ട പെങ്ങളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. ചേട്ടൻ്റെ പെങ്ങളുടെ വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചാഗ്ഡ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കല്യാണിൽ നിന്നൊരു 25 കിലോമീറ്റർ സൈക്കിളോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്താറെന്ന് പറഞ്ഞാൽ ഇനി ഒരു 3-4 കിലോമീറ്ററും കൂടി ഉള്ളൂ ചാഗ്ദയിൽ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക്. നമ്മളിന്ന് അവിടെ ആയിരിക്കുള്ളൂ നിൽക്കണത്. ഇനി നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നാളെ രാവിലെ നേരത്തെ തന്നെ സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു റെയിൽവേ ക്രോസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ റെയിൽവേ ക്രോസും കാണുന്നതെന്ന് പറഞ്ഞാൽ തിരിക്കണ സെറ്റപ്പ് അല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്. അവിടെ നിന്ന് ആൾ വന്നിട്ട് സ്വിച്ച് വെക്കാൻ നേരത്ത് ഇത് തുറന്ന് പൊങ്ങി വന്നോളും റെയിൽവേ കണ്ടോ. നമ്മളവിടെ ആണെങ്കിൽ ഇപ്പോൾ മിക്കയിടത്തും തിരിക്കണ സെറ്റപ്പൊക്കെ തന്നെയാണ്. ഇവിടെ എല്ലായിടത്തും തിരിക്കണമെല്ലാം മാറി ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വരും. അത് മാത്രമല്ല ട്രെയിൻ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് വേറെ സിഗ്നലും കൂടി ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും ഗേറ്റ് അടച്ചിട്ട് നടന്ന് ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിൻ അടുത്തെത്തുമ്പോഴേക്കൊരു അലാറവും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ വന്ന് ഇപ്പോൾ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ആ പെങ്ങളുടെ വീട്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിചയപ്പെടാനായിട്ട് ഇപ്പോൾ ഒരു സ്കൂട്ടറിൽ ഈ ബ്രോൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ആ ബ്രോനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ബ്രോ നെയിം വൺസ് മോർ? സുമിത് ഒതിക്കാരി. അപ്പോൾ ഈ ബ്രോയും സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് സ്കൂട്ടർ എടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ തന്നെ ഇവിടെ ആയിരിക്കുള്ളൂ നിൽക്കണത്. നാളെ ആയിരിക്കുള്ളൂ ഇവിടെ നിന്ന് പോകണം. നല്ല രസമുണ്ട് ഇവിടുത്തെ ആംബിയൻസ് കാണാനാണെങ്കിലും, നല്ലൊരു ശാന്തതയോടുകൂടിയുള്ള ആംബിയൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കാൻ പോണ വീടാണെങ്കിൽ വീടിൻ്റെ ആ ചുറ്റിനും കണ്ട ഫുള്ള് വെയിലൊക്കെ കെട്ടി നല്ലൊരു ഭംഗിയാണ്. ഉള്ളിലാണെങ്കിൽ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ പുറം ഭാഗം കാണുന്നത്. പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും കുറേ സ്ഥലങ്ങളും അതുപോലെ തന്നെ മാവ്, നാരങ്ങ അങ്ങനെയുള്ള കുറേ ചെടികളൊക്കെ കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു നെയ്തൊരു ഇതും കൊണ്ടിട്ടാണ്, ചൂരല്ല മുളയും കൊണ്ട് നെയ്തൊരു ഷീറ്റാണ്. അതുപോലെ തന്നെ ഇത് കയറുന്ന ഭാഗമാണ്. കയറുന്ന ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, അവിടെ അവരുടെ റൂമുണ്ട്, ഇവിടെ ഒരു ഹോള്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വിസിറ്റിങ്ങിന് ഇതുപോലെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവർക്ക് നിൽക്കാൻ വേണ്ടി കൊടുക്കണ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്ന് സ്പേസ് തന്നേക്കണം. ഈ സ്പേസിൽ നമ്മളോട് പറഞ്ഞ് കുട്ടൂസിനെ അടുത്ത് അകത്തോട്ട് വെച്ചോ, പുറത്തൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പുറത്ത് വെക്കാം, സാധനങ്ങളെടുത്ത് അകത്ത് വെക്കാന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിർബന്ധിച്ചിട്ട് കുട്ടൂസിനെ എടുത്തിട്ട് എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും കുട്ടൂസനും കൂടി ഇന്ന് ഒരുമിച്ചാണ് കിടന്നുറങ്ങാൻ വേണ്ടിയൊക്കെ പോകണം. ഇന്ന് ഇവിടെ ആയിരിക്കും. ഇപ്പോൾ സമയം ഒന്നാണ് ഉച്ചയായിട്ടുള്ളൂ. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ ആയിരിക്കുള്ളൂ നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇവിടെയാണെങ്കിൽ നല്ല രസമുണ്ട് ഈ വീട് കൺസ്ട്രക്ഷനൊക്കെ കാണാൻ. അങ്ങനെ വന്ന് ഇപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ കേരളത്തിലെ പോലെ തന്നെയാണ് ഇവിടെ എപ്പോഴും ബ്ലാക്ക് ടീ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ ഒരു റസ്ക്കും പിന്നെ വെള്ളവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അങ്കിളാണ് ആ ചേട്ടനും പിന്നെ ഇവിടുത്തെ ദീദിയാണ് ഇരിക്കണത്. നമസ്കാരം. നമസ്തേ. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഇനിയും പരിചയപ്പെടാം. നമ്മളിപ്പോൾ എത്തിയിട്ട് ഇപ്പോൾ ഫുള്ള് വേർത്ത് കുളിച്ചിരിക്കണം കോലത്തിലാണ്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്മനെയാലും ചേട്ടനെയൊക്കെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എത്തിപ്പറ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്നാണ്.
എല്ലാം ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള സെയിം ഫുഡാണ്. ഇതിപ്പോൾ നമ്മൾ ചോറാണെങ്കിലും സെയിം തന്നെ. ഇതിപ്പോൾ ക്യാബേജ് കറി ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിനാണ് വഴുതനങ്ങയാണ്. വഴുതനങ്ങ മസാലയൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തത്. അതുപോലെ തന്നെ ദാലും കുമ്പളങ്ങയും കൂടിയിട്ടൊരു കറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ഈ വീടിൻ്റെ മൊത്തം ചുറ്റുപാട് കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഈ വീട് കാണാനായിട്ട്. ആണെങ്കിൽ നല്ലൊരു സൈലൻറ്റുമാണ്. അതുപോലെ തന്നെ പുറത്ത് നല്ല കുറേ സ്ഥലമുണ്ട്. അങ്ങനെ ബംഗാളിൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള മീൻ കറിയും കൂടി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് മീൻ കറി കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ബംഗാളിലെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ തന്നെ ഇപ്പോൾ മീനെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്പെഷ്യലാണ്. എല്ലാ ദിവസവും മീനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ബ്രോ നമ്മുടെ ഒപ്പം വന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ബ്രോ വീട്ടിലേക്ക് പോകണതാണ്. ഈ ബ്രോൻ്റെ വീടും ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, ഒരു 5 കിലോമീറ്ററൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ വരാൻ നേരത്ത് ഇവരെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ബ്രോ പരിചയപ്പെട്ടില്ല, വളരെ സന്തോഷം. താങ്ക് യു. മോർണിംഗ് മോർണിംഗ് യു കം. ഓക്കെ, താങ്ക്. ബൈ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അങ്കിള്. നമസ്തേ. ആ അങ്ങനെ വളരെ നല്ല ഭംഗി തന്നെയാണ് ഇപ്പോൾ വീടാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറകിലെ ഒരു വശമാണ്. പുറകിലാണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് ഇങ്ങനെ സൈഡിൽ അടക്ക മരങ്ങളും അതുപോലെ തന്നെ ഈ സൈഡിലാണെങ്കിൽ പ്ലാവ്, മാവ്, നല്ലൊരു ശാന്തതയോടുകൂടിയ ഏരിയയാണ്. പിന്നെ ടോയ്ലറ്റൊക്കെ വന്നതും പുറത്ത് തന്നെ നല്ലൊരു സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ആദ്യം നമുക്ക് ഒരു ഫ്രണ്ടിലൊരു ചെറിയ വിസിറ്റിംഗ് റൂം പോലെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് മാറി നമ്മളിപ്പോൾ അകത്തൊരു വേറൊരു റൂം ഉണ്ടായിരുന്നു, വലിയൊരു റൂം. ആ റൂമിലോട്ട് നമ്മളാക്കിയിട്ട് നമ്മുടെ കുട്ടൂസനൊക്കെ ഇപ്പോൾ അവിടെയാണ് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ടിട്ട് ഇപ്പോൾ വാതിലൊക്കെ എപ്പോഴും അടച്ചിട്ടിട്ടാണ് ഇവർ നോക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ പുറകിൽ കൂടി ഇറങ്ങി വന്ന് ഇനിയിപ്പോൾ പുറകിൽ തന്നെ പോയിട്ട് പുറകിൽ കൂടി കയറണം. ഇവിടെ ഫ്രണ്ടിൽ അടച്ചിട്ടേക്കണാണ്. അങ്ങനെ ഇപ്പോൾ സമയം വൈകിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചായയും അതുപോലെ തന്നെ ചായയുടെ ഒപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബംഗാളി സ്പെഷ്യൽ സമൂസയാണ്. ഇവിടെ മിക്കയിടത്തും കാണാൻ വേണ്ടി സാധിക്കും സമൂസ. അതുപോലെ തന്നെ ഇതും ബംഗാളിലെ മെയിനാണ് ഗുലാബ് ജാമുൻ. പിന്നെ ഇത് വേറൊരു സ്വീറ്റ്സാണ്. അപ്പോൾ ഇതും ചായയുമാണ് നമുക്കിപ്പോൾ വൈകിട്ട് 5 മണിയായപ്പോൾ തന്നത്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെയാണ് ടെസ്റ്റ്. നമ്മൾ സമൂസ കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ് ചായ കൊണ്ടുവന്നത്. ചായ ആണെങ്കിൽ ചായയും 2 പപ്പടമൊക്കെ ഓർത്തിട്ടുണ്ട്. ഇതാണ് ഇവർ മെയിനായിട്ട് ഇവർ കഴിക്കണ ഒരു സാധനങ്ങളാണ്. അപ്പോൾ അത് കാരണം നമുക്ക് തന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണെന്ന് അറിയാമല്ലോ, ഫുൾ ടൈം ഇങ്ങനെ ഓരോ ഫുഡുകൾ കഴിച്ച് വയറ് ഫുള്ള് നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളെ കുട്ടൂസനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെ റൂമിലാണ് കൊണ്ടുവന്ന് വെച്ചേക്കണത്. കാണിച്ചു തരാം. അപ്പോൾ കുട്ടൂസനെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഗേജ് ഒന്നും ഇതുവരെ അഴിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്നുകൂടി സെറ്റാക്കി വെക്കണം. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേക്കും. ഇപ്പോൾ നമ്മുടെ റൂമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ ആണെങ്കിലും ഇവിടുത്തെ ചേട്ടനാണെങ്കിലും ഇവിടുത്തെ അമ്മയാണെങ്കിലും വളരെ നല്ല കമ്പനിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവരോട് സംസാരിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ ബംഗാളിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. എന്തായാലും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ട് ബംഗാളിലുള്ളത്. വളരെ ഇഷ്ടമായി. അപ്പോൾ അമ്മ താങ്ക് യു. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസവും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കടന്നു പോയത്. നമുക്ക് രാത്രി ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചോറ് വേണം ചപ്പാത്തി വേണമെന്ന് വെച്ചപ്പോൾ ഞാനെന്നാൽ ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കറി പിന്നെ മീൻ കറിയൊക്കെ ആയിട്ട് നമുക്കിവിടെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം തന്നെയായിരുന്നു നമ്മളിവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നത്. പിന്നെ നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങും. കാരണം നമുക്ക് നാളെ ഒരു 70 കിലോമീറ്റർ പോകാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ വന്ന ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ചേച്ചിയുടെ വീടാണിത്. അപ്പോൾ ആ ചേട്ടന് നാളെ ഓഫീസുണ്ട്. ഇവിടുന്ന് 30 കിലോമീറ്റർ ബാക്കിലാണ് ആ ചേട്ടൻ്റെ സ്ഥലം. അപ്പോൾ കല്യാണി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ആ ചേട്ടന് തിരിച്ച് ഇവിടുന്ന് അവിടെ എത്തിയിട്ട് ഓഫീസിൽ 9 മണിക്ക് പോകാനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ രാവിലെ 6 മണിയാകുമ്പോഴേക്കും വേക്കപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് സൈക്ലിങ്. ആ സമയത്ത് തന്നെ നമുക്ക് എന്തായാലും പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം.
എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ പയ്യെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമുക്ക് എന്തായാലും ആ ചേട്ടനൊപ്പം തന്നെ ഇറങ്ങിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലതായിരിക്കും, നേരത്തെ തന്നെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ആ ചേട്ടൻ. ആ ചേട്ടന് നേരെ പോകാനായിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനാണ് ഇന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ആ ചേട്ടനോ ചേച്ചിയുടെ വീടായതുകൊണ്ട് ആ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ആൻറ്റിയാണ് ചേച്ചി. അപ്പോൾ ആ ചേച്ചിയും ചേട്ടനും കൂടിയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത്. നല്ലൊരു ദിവസം തന്നെയായിരുന്നു എന്തായാലും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ. ഇനിയുള്ള യാത്ര അങ്ങോട്ടേക്കുള്ള ഇതിനും നല്ല കുറേ കാഴ്ചകളും അതുപോലെ തന്നെ ഇതേപോലെയുള്ള നല്ല കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് തന്നെയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്